ഭാഗത്ത് ഗ്ലാസ് ചുവരുകളും തിളങ്ങുന്ന നിലത്തളങ്ങളും മിന്നുന്ന ലൈറ്റുകളും ചേർന്ന് സ്വപ്നലോകം പോലെ തോന്നിക്കുന്ന ഒരു ആഡംബര ഹോട്ടൽ നിലകൊണ്ടിരുന്നു. ആ ഹോട്ടലിന്റെ അകത്തളങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന തിരക്കുകളും ചിരികളും ശബ്ദങ്ങളും പുറത്തുനിന്ന് കാണുന്നവർക്ക് സന്തോഷത്തിന്റെ പ്രതീകമായി തോന്നിയേക്കാം. പക്ഷേ ആ കാഴ്ചയുടെ പിന്നിൽ ജീവിതം നിലനിർത്താൻ വേണ്ടി നിശബ്ദമായി പോരാടുന്ന അനേകം ആളുകളുടെ കഥകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു 22-കാരിയായ അനന്യ. ഓരോ ദിവസവും രാവിലെ 5 മണിക്ക് അലാറം മുഴങ്ങുമ്പോൾ തന്നെ അവൾ എഴുന്നേൽക്കും. അമ്മയുടെ മരുന്ന് സമയത്തിന് കൊടുക്കണം. അമ്മയ്ക്ക് മരുന്ന് കൊടുക്കും. പിന്നെ ചായ വെച്ച് അമ്മയുടെ കിടക്കക്കരികിൽ നിന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ എന്ന് ചോദിക്കും. അമ്മയുടെ ചിരി കണ്ടാൽ അവളുടെ നെഞ്ചിൽ ഒരു ചെറിയ ആശ്വാസം നിറയും. അച്ഛൻ മരിച്ച ശേഷം ജീവിതം പഴയ പോലെ ആയിരുന്നില്ല. കടങ്ങൾ, രോഗം, ദാരിദ്ര്യം എല്ലാം ചേർന്ന് അവളുടെ പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. അവൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവയേക്കാൾ വലുതായിരുന്നു ഉത്തരവാദിത്തങ്ങൾ. അതുകൊണ്ടാണ് അവൾ ഈ ഹോട്ടലിൽ വെയിട്രസ് ആയി ജോലി ചെയ്യുന്നത്. യൂണിഫോം ധരിച്ച് മുടി പിന്നിലേക്ക് കെട്ടി കണ്ണുകളിൽ കൃത്രിമമായ പുഞ്ചിരി ഒട്ടിച്ച് മേശകളുടെ ഇടയിൽ നടക്കുമ്പോൾ അവൾ ഒരുപാട് തവണ അവളെ തന്നെ മറന്നുപോകുമായിരുന്നു. കാരണം അവിടെ അവൾ ഒരു മനുഷ്യയല്ല, ഒരു സർവീസ് മാത്രമാണ്. ഭക്ഷണം എത്തിക്കേണ്ട കൈകൾ, വെള്ളം ഒഴിക്കേണ്ട വിരലുകൾ, മറുപടി പറയുമ്പോൾ തല കുനിക്കേണ്ട മുഖം, അത്രമാത്രം. ആരും അവളുടെ പേര് ചോദിക്കാറില്ല. അവളുടെ വേദന ആരും കേൾക്കാറില്ല. പക്ഷേ അവൾക്കതൊരു വിഷമമല്ല. കാരണം ഓരോ ദിവസവും കിട്ടുന്ന ആ ചെറിയ ശമ്പളം അമ്മയുടെ ജീവൻ നീട്ടുന്ന ഒരു മരുന്നായി അവൾക്ക് തോന്നിയിരുന്നു. ആ ദിവസം രാവിലെ ഹോട്ടലിൽ ഒരു അസാധാരണമായ സംഭവമുണ്ടായി. മാനേജറുടെ ശബ്ദം കർശനമായിരുന്നു. സ്റ്റാഫുകളുടെ മുഖത്ത് ഒരു അപ്രതീക്ഷിത ജാഗ്രത തെളിഞ്ഞിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായ ആരവ് മൽഹോത്ര വരുന്നു എന്ന വാർത്ത എല്ലാവരെയും ഉണർത്തിയിരുന്നു. കോടികളുടെ ഇടപാടുകളും അധികാരത്തിന്റെ ഭാരം നിറഞ്ഞ ഒരു പേരും. അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ പോലും ആളുകൾ സ്വയം ചെറുതായി തോന്നുന്ന ഒരു മനുഷ്യൻ. അനന്യ ആ പേര് മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. അവൾക്ക് പ്ലേറ്റുകൾ മാറ്റണം, ടേബിളുകൾ വൃത്തിയാക്കണം, ജോലി തീർത്ത് വീട്ടിലേക്ക് മടങ്ങണം. ആ ചിന്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഹോട്ടലിന്റെ പ്രധാന വാതിൽ തുറന്നപ്പോൾ സുരക്ഷക്കാരുടെ ചലനങ്ങളും നിശബ്ദമായ ആജ്ഞകളും ആ അന്തരീക്ഷം മാറ്റിമറിച്ചു. ആരവ് അകത്ത് കടന്നു വന്നപ്പോൾ അവിടെ ഒരു നിമിഷം ശബ്ദങ്ങൾ പോലും മങ്ങിപ്പോയതുപോലെ തോന്നി. തിളങ്ങുന്ന വസ്ത്രം, ആത്മവിശ്വാസം നിറഞ്ഞ നടപ്പ്, എല്ലാം ചേർന്ന് അയാൾ അധികാരത്തിന്റെ രൂപമായി തോന്നി. അദ്ദേഹത്തെ VIP സെക്ഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ അനന്യയ്ക്ക് ഭക്ഷണം സെർവ് ചെയ്യാനുള്ള ചുമതല ലഭിച്ചു. പ്ലേറ്റ് കയ്യിലെടുത്ത് അവൾ നടന്നു പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു അപരിചിതമായ അസ്വസ്ഥതയുണ്ടായിരുന്നു. വലിയ ആളുകളെ നേരിടുമ്പോൾ അവളുടെ മനസ്സ് സ്വയം ചുരുങ്ങിപ്പോകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട്. പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല. മേശക്കരികിൽ എത്തിയപ്പോൾ പതിവ് പോലെ അവൾ തലകുനിച്ച് ഭക്ഷണം വെച്ചു. ആ നിമിഷം ആരവിന്റെ കണ്ണുകൾ അവളിൽ പതിഞ്ഞു. സാധാരണയായി അവന്റെ മുന്നിൽ നിൽക്കുന്നവരിൽ ഭയം കാണാറാണ് പതിവ്. പണം കണ്ടുള്ള വിറയൽ, അധികാരത്തിനു മുന്നിലെ അമിത വിനയം. പക്ഷേ അനന്യയുടെ കണ്ണുകളിൽ അവൻ കണ്ടത് ഒരു ശാന്തമായ മൗനമായിരുന്നു. ഭയമില്ലാത്തതല്ല, പക്ഷേ അടിയറവ് പറയാൻ ഒരുക്കമല്ല. അവൻ അറിയാതെ തന്നെ അവളെ വീണ്ടും നോക്കിപ്പോയി. എന്താ നിന്റെ പേര് എന്ന ചോദ്യം അവളുടെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ അവളൊന്ന് ഞെട്ടി. വെയിട്രസിനോട് പേര് ചോദിക്കുന്നത് അപൂർവമാണ്. അനന്യ, അവൾ പറഞ്ഞു. ആ പേര് അവന്റെ മനസ്സിൽ ഒരു നിമിഷം തങ്ങി നിന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ ശ്രദ്ധ ഇടയ്ക്കിടെ അവളിലേക്കായിരുന്നു. അവളുടെ വിനയം, അവളുടെ നിശബ്ദത എല്ലാം ചേർന്ന് അവന്റെ ഉള്ളിൽ ഒരു കൗതുകമുണർത്തി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ചു. നീ ഇവിടെ എത്ര കാലമായി ജോലി ചെയ്യുന്നു എന്ന ചോദ്യം, പിന്നെ നിന്റെ ശമ്പളം എത്ര എന്ന ചോദ്യവും അതിനു പുറകെ. അനന്യയ്ക്ക് ഈ ചോദ്യങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അവൾ സത്യം പറഞ്ഞു. മാസശമ്പളം കേട്ടപ്പോൾ അവന്റെ മുഖത്ത് അമ്പരപ്പ് തെളിഞ്ഞു. ഇത്രയുള്ളോ എന്ന വാക്കുകളിൽ അവളുടെ ജീവിതത്തിന്റെ വില അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ലോകം ഒരു നിമിഷം നിശ്ചലമാക്കി. നിനക്ക് എന്റെ വീട്ടിൽ ജോലി ചെയ്യാമെങ്കിൽ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ മാസം നൽകാം എന്നത്. ആ സംഖ്യ അവളുടെ തലയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. 1 ലക്ഷം. അമ്മയുടെ ചികിത്സ, കടങ്ങൾ, വാടക എല്ലാം ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു വാഗ്ദാനം. പക്ഷേ അതിനൊപ്പം തന്നെ അവളുടെ മനസ്സിൽ ഒരു ഭയം ഉയർന്നു. എന്തിനാണ് ഒരു കോടീശ്വരന് ഒരു സാധാരണ വെയിട്രസ്? എന്ത് ജോലിയാണ് അവിടെ ഉള്ളത്? എന്ത് നിബന്ധനയായിരിക്കും അതിനു പുറകിൽ? അവൾക്ക് ചോദിക്കാൻ തോന്നിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവൻ ചിന്തിച്ചു പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ തലകുനിച്ച് ശരിയെന്ന് മറുപടി നൽകി. ആ വാക്കിൽ ഉറപ്പില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് ബസ്സിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നഗരത്തിന്റെ ലൈറ്റുകൾ അവൾക്കൊരു പുതിയ ലോകത്തിന്റെ വാതിലുകളായി തോന്നി. പക്ഷേ അതിന്റെ മറുവശത്ത് ഇരുട്ടുണ്ടോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ കിടക്കയിൽ വേദനയോടെ കിടക്കുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു.
ആ വാഗ്ദാനം അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾ മിണ്ടിയില്ല. കാരണം അത് രക്ഷയാണോ കുടുക്കാണോ എന്നറിയാതെ അവൾക്ക് അക്കാര്യം പുറത്തുവിടാൻ പേടി തോന്നി. ആ രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. പണം ഒരു വശത്ത്, അഭിമാനം മറുവശത്ത്. തന്റെ മൗനത്തിന് പോലും ആരെങ്കിലും വിലയിടുമോ എന്ന ചോദ്യം അവളുടെ മനസ്സിൽ കറങ്ങി. ഹോട്ടലിലെ ആ മേശക്കരികിൽ തുടങ്ങിയ ഒരു സംഭാഷണം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനത്തിന്റെ തുടക്കമായിരുന്നു. അവൾക്കറിയില്ലായിരുന്നു നാളെ അവൾ ഏത് വഴിയിലേക്കാണ് നടക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അവൾക്ക് ഒരു കാര്യം മാത്രം ഉറപ്പായിരുന്നു, അവളുടെ മൗനത്തിനു പോലും ഒരു വിലയുണ്ടാകണം. അതിനപ്പുറം എന്തു വന്നാലും അവൾ സ്വയം നഷ്ടപ്പെടുത്തില്ല. അതായിരുന്നു അവളുടെ പ്രതിജ്ഞ, അവളുടെ കഥയുടെ ആദ്യ അടയാളവും. അനന്യയ്ക്ക് ആ രാത്രി ഉറക്കം വന്നില്ല. കിടക്കയിൽ കിടക്കുമ്പോൾ മേൽക്കൂരയിലെ ചെറിയ വിള്ളലുകളിലേക്ക് നോക്കി അവൾ ചിന്തിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു. ആരോ പറഞ്ഞ ആ വാക്കുകൾ, 1,00,000 രൂപ. അത് വെറുമൊരു സംഖ്യയായിരുന്നില്ല, അവളുടെ ജീവിതത്തിലെ ഓരോ വേദനയെയും ഒരുമിച്ച് മായ്ക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിരുന്നു. അമ്മയുടെ രോഗം, വാടക കുടിശ്ശിക, കടക്കാരുടെ വിളികൾ എല്ലാം അവളുടെ മനസ്സിൽ ഒന്നിനു പിന്നാലെ ഒന്നായി തെളിഞ്ഞു. പക്ഷേ അതിനൊപ്പം തന്നെ അവളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയുമുണ്ടായിരുന്നു. കാരണം അവൾക്കറിയാം, പണം ഒരിക്കലും വെറുതെ വരില്ല, അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ വില കൊടുക്കേണ്ടി വരും. രാവിലെ അമ്മ ഉണർന്നപ്പോൾ മുഖത്ത് പതിവിനേക്കാൾ ക്ഷീണമുണ്ടായിരുന്നു. മരുന്ന് കഴിപ്പിക്കുമ്പോൾ അമ്മ ചോദിച്ചു, ഇന്നും നേരത്തെ പോണോ മോളെ എന്ന്. അനന്യ അതെ എന്ന് പറഞ്ഞെങ്കിലും അവളുടെ ശബ്ദത്തിൽ ഒരു തളർച്ചയുണ്ടായിരുന്നു. അമ്മയെ നോക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ ഒരു കുറ്റബോധം നിറഞ്ഞു. താൻ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് അമ്മയുടെ അവസ്ഥ നോക്കിയിട്ടാണ്. പക്ഷേ ഇത് ശരിയാണോ എന്ന ചോദ്യത്തിന് അവൾക്കുത്തരമില്ല. ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ ബസിന്റെ തിരക്കിനിടയിൽ അവൾ ചുറ്റുമുള്ള ആളുകളെ നോക്കി. എല്ലാവർക്കും ഓരോ ജീവിതങ്ങളുണ്ട്, ഓരോ പോരാട്ടങ്ങളുണ്ട്. പക്ഷേ ആരും ആരുടെയും ഉള്ളിലെ ഭാരം അറിയുന്നില്ല. ഹോട്ടലിലെത്തിയപ്പോൾ ഇന്നലെയേക്കാളും വ്യത്യസ്തമായ ഒരു നോട്ടമാണ് അവൾക്ക് നേരെ വന്നത്. മാനേജർ അവളെ പ്രത്യേകം വിളിച്ചു. ഇന്ന് VIP സെക്ഷനിൽ ശ്രദ്ധിക്കണം എന്ന വാക്കുകളിൽ ഒരു നിർദ്ദേശം മാത്രമല്ല, ഒരു മുന്നറിയിപ്പുമുണ്ടായിരുന്നു. അനന്യയ്ക്ക് മനസ്സിലായി, ആരവിന്റെ സാന്നിധ്യം ഇന്നും ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം അവൻ വീണ്ടും എത്തിയപ്പോൾ അവൾക്ക് അത്ഭുതമുണ്ടായില്ല. പക്ഷേ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇന്നലെ പറഞ്ഞ വാഗ്ദാനം ഒരു തമാശയായിരുന്നിരിക്കുമോ, അതോ ഒരു ഗൗരവമായ ഉദ്ദേശമായിരുന്നിരിക്കുമോ എന്ന സംശയം അവളുടെ മനസ്സിൽ കറങ്ങി. ഭക്ഷണം സെർവ് ചെയ്യാൻ അവൾ മേശക്കരികിലേക്ക് എത്തിയപ്പോൾ അവൻ അവളെ നോക്കി. ആ നോട്ടത്തിൽ ഇന്നലത്തെ കൗതുകം മാത്രമല്ല, ഒരു തീരുമാനത്തിന്റെ ഉറപ്പുമുണ്ടായിരുന്നു. എന്തായി, ചിന്തിച്ചോ എന്ന ചോദ്യം അവൾ പ്രതീക്ഷിച്ചതായിരുന്നു. അവന്റെ ചോദ്യം വന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയണം എന്ത് ജോലിയാണ് അവിടെ ഉള്ളത് എന്ന്. ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ ധൈര്യത്തിന്റെ ആദ്യ അടയാളമായിരുന്നു. അവൻ ഒന്ന് ചിരിച്ചു. എന്റെ വീട്ടിൽ എന്റെ അമ്മയെ നോക്കാൻ, എന്റെ ജീവിതം ക്രമത്തിൽ വെക്കാൻ, അത്രമാത്രം എന്നവൻ പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ ആശ്വാസവും സംശയവും ഒരുമിച്ചുയർന്നു. കോടീശ്വരന്റെ വീട്ടിൽ ഒരു സാധാരണ ജോലി, പക്ഷേ എന്തുകൊണ്ട് താൻ? അവൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഇടപെട്ടു. നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ആളുകളെ വിശ്വാസമില്ല. നിന്നെ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ നീ ഒരു വ്യത്യസ്തയാണെന്ന് തോന്നി. ആ വാക്കുകൾ അവളുടെ നെഞ്ചിലൊരു ഭാരമായി വീണു. അവൾ വ്യത്യസ്തയാണോ, അതോ അയാളുടെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണോ? അവൾ പറഞ്ഞു, എനിക്ക് സമയം വേണം. അവൻ അത് സമ്മതിച്ചു. പക്ഷേ അതിനൊപ്പം ഒരു വാചകവും കൂടി അവൻ ചേർത്തു, അവസരം ഒരിക്കൽ മാത്രമേ വരൂ എന്ന്. ആ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ജോലി കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഡോക്ടറുടെ വാക്കുകൾ അവളുടെ ഉള്ളിലെ ഭയം സത്യമാക്കി. ചികിത്സ വൈകിയാൽ അപകടമാണ് എന്ന മുന്നറിയിപ്പ്. ആശുപത്രിയുടെ വെളുത്ത ചുവരുകൾക്കിടയിൽ ഇരുന്ന് അവൾ ആദ്യമായി പണത്തിന്റെ അഭാവത്തെ ഒരു ശത്രുവായി കണ്ടു. അവൾക്ക് ആരവിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. 1,00,000 രൂപ, അത് വെറും സൗകര്യമല്ല, ജീവൻ രക്ഷിക്കുന്ന ഒരു മാർഗമാണിപ്പോൾ. അവൾ ആ രാത്രി തന്നെ അവനെ വിളിച്ചു. കൈകൾ വിറച്ചുകൊണ്ട് ഫോൺ പിടിക്കുമ്പോൾ അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരാം സർ, പക്ഷേ എന്റെ നിബന്ധനകളോടെ എന്ന്. അവൻ ഒന്നും ചോദിക്കാതെ നാളെ വാ എന്ന് പറഞ്ഞു. ആ മറുപടിയിൽ ഒരു വിജയം പോലെ ഒരു ശബ്ദം അവൾക്ക് തോന്നി. പക്ഷേ അത് അവളുടെ ഭയത്തിന്റെ തുടക്കമായിരുന്നു. അടുത്ത ദിവസം അവൾ ആരവിന്റെ വീട്ടിലെത്തുമ്പോൾ അവൾ കണ്ടത് ഒരു കൊട്ടാരമായിരുന്നു. ഉയർന്ന ഗേറ്റ്, വലിയ മുറ്റം, ശൂന്യമായ മുറികൾ, എല്ലാം ചേർന്ന് ആ വീട്ടിൽ ഒരു തണുപ്പ് നിറഞ്ഞിരുന്നു. അവൻ അവളെ അകത്തേക്ക് നയിക്കുമ്പോൾ അവൾക്ക് തോന്നിയത് പണത്തിന് എല്ലാം വാങ്ങാനാകുമെങ്കിലും മനസ്സിന് സമാധാനം വാങ്ങാനാകില്ല എന്നതാണ്. അവന്റെ അമ്മയെ അവൾ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. രോഗവും ഒറ്റപ്പെടലും ചേർന്ന് തളർന്ന ഒരു സ്ത്രീ അനന്യയുടെ കൈ പിടിച്ചു. നീ വന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു.
ആദ്യമായി അവൾക്ക് അവിടെ ഒരു മനുഷ്യബന്ധം തോന്നി. പക്ഷേ ആ സന്തോഷം നീണ്ടു നിന്നില്ല. ആരവ് അവളെ മുറിയിലേക്ക് വിളിച്ചു. ഇതാണ് നിന്റെ മുറി എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിറയൽ പടർന്നു. അവൾ ചോദിച്ചു, എന്റെ ജോലി സമയവും പരിധിയും? അവൻ ഒരു നിമിഷം നിശബ്ദനായി. നീ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും എന്ന മറുപടി അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റായി വീശി. അവൾ പ്രതീക്ഷിച്ചിരുന്നത് ജോലി മാത്രമായിരുന്നു, താമസമല്ല. അവൾ ഉടനെ പറഞ്ഞു, അത് എന്റെ നിബന്ധനകളിലില്ല എന്ന്. അവന്റെ മുഖത്ത് ആദ്യമായി ഒരു അസ്വസ്ഥത തെളിഞ്ഞു. ഇത് എന്റെ വീട്, എന്റെ നിയമങ്ങൾ എന്ന അവന്റെ വാക്കുകൾ അവളുടെ നെഞ്ചിൽ കത്തിക്കയറി. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, പണത്തിന്റെ വില ചോദിക്കുന്ന സമയമാണിതെന്ന്. അവൾ പിന്മാറുമോ മുന്നോട്ടു പോകുമോ എന്നത് അവളുടെ ആത്മാഭിമാനത്തിന്റെ പരീക്ഷയാണ്. അവൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ ജനാലയിലൂടെ കാണുന്ന ലോകം അവൾക്ക് അകലെയായി തോന്നി. ഈ കൊട്ടാരത്തിനുള്ളിൽ അവൾ സുരക്ഷിതയാണോ, അതോ ഒരു സമ്പൂർണ്ണ കൂമ്പാരത്തിലെ തടവുകാരിയോ എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉയർന്നു. അവൾക്ക് തീരുമാനമെടുക്കേണ്ട സമയമായി. കാരണം ഇവിടെ ഓരോ നിമിഷവും അവളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വില ചേർക്കപ്പെടുകയായിരുന്നു. ഈ കഥ ഇനി വെറും ദാരിദ്ര്യത്തിന്റെ കഥയല്ല, അധികാരവും സ്വാഭിമാനവും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുകയായിരുന്നു. അനന്യ ആരവിന്റെ വീട്ടിലെത്തിയ ദിവസം രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. വലിയ മുറിയിലെ മൃദുവായ കിടക്കയും എയർ കണ്ടീഷന്റെ തണുപ്പും അവൾക്ക് ആശ്വാസമല്ലായിരുന്നു. കാരണം അവളുടെ മനസ്സ് നിറയെ ചോദ്യങ്ങളായിരുന്നു. ഇത്രയും സൗകര്യങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് അവൾക്ക് ശ്വാസം മുട്ടുന്നുവെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. രാവിലെ ഉണർന്നപ്പോൾ ആദ്യമായി അവൾ ശ്രദ്ധിച്ചത് ശബ്ദമില്ലായ്മയായിരുന്നു. വലിയ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ആരുടെയും ചിരിയോ സംസാരമോ കേൾക്കാനായില്ല. എല്ലാം ഒരു ക്രമത്തിൽ, ഒരു നിയമത്തിന് കീഴിൽ നടക്കുന്നത് പോലെ തോന്നി. അവൾ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ജോലിക്കാർ അവളെ കൗതുകത്തോടെയും സംശയത്തോടെയും നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു മുന്നറിയിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇവിടെ അധികം സംസാരിക്കരുത്, അധികം ചോദിക്കരുത്. അതാണ് ഈ വീട്ടിലെ അപ്രഖ്യാപിത നിയമം. അവൾ ആദ്യം ആരവിന്റെ അമ്മയെ നോക്കാൻ പോയപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകളിൽ അവൾ കണ്ടത് പണത്തിനിടയിലും തളർന്ന ഒരു മനസ്സായിരുന്നു. അവൻ മാറുമോ എന്ന ചോദ്യമാണ് ആ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്നത്. അനന്യ ആ അമ്മയുടെ കൈ പിടിച്ചപ്പോൾ അമ്മയുടെ വിരലുകൾ ചെറുതായി വിറച്ചത് അവൾ ശ്രദ്ധിച്ചു. അവൾക്ക് തോന്നി, ആ വീട്ടിലെ ആ ദുർബലയായ അമ്മയെ കണ്ടപ്പോൾ സ്വന്തം അമ്മയാണ് അവൾക്ക് ഓർമ്മ വന്നത്. പക്ഷേ ആ നിമിഷങ്ങളും അധികം നീണ്ടു നിന്നില്ല. കാരണം ആരവ് അവളെ വീണ്ടും വിളിച്ചു. അവന്റെ ശബ്ദത്തിൽ ഒരു നിർദ്ദേശം മാത്രമല്ല, ഒരു അവകാശവാദമുണ്ടായിരുന്നു. നീ എന്റെ ഷെഡ്യൂൾ അനുസരിച്ചായിരിക്കണം ഇനി ജീവിക്കേണ്ടത് എന്ന വാക്കുകൾ അവളുടെ നെഞ്ചിൽ ഒരു കത്തി പോലെ കുത്തിക്കേറി. അവൾ അതിനെതിരെ ഒന്നും പറയാതെ നിന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു പ്രതിഷേധം പുകഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൾ മനസ്സിലാക്കി, ഈ വീട്ടിൽ പണം മാത്രമല്ല, സമയവും ശ്വാസവും വരെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന്. അവൾക്ക് അമ്മയെ കാണാൻ പോകാനോ വീട്ടിലേക്ക് വിളിക്കാനോ പോലും കൃത്യമായ സമയമുണ്ട്. ഓരോ ചെറിയ തീരുമാനത്തിനു പോലും ആരവിന്റെ അനുമതി ആവശ്യമായി വന്നു. ആദ്യ ദിവസങ്ങളിൽ അത് ജോലിയുടെ ഭാഗമാണെന്ന് അവൾ സ്വയം ആശ്വസിപ്പിച്ചെങ്കിലും പിന്നീട് അവൾക്കതൊരു നിയന്ത്രണമാണെന്ന് ബോധ്യമായി. അവൻ അവളോട് മോശമായി പെരുമാറുന്നില്ലായിരുന്നു, ശബ്ദം ഉയർത്തുന്നില്ലായിരുന്നു. പക്ഷേ അവന്റെ നിശബ്ദത തന്നെയായിരുന്നു ഏറ്റവും വലിയ ആയുധം. അവൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു നിമിഷം ഒന്ന് നോക്കും, പിന്നെ അത് വേണ്ട എന്ന് മാത്രം പറയും. ആ 2 വാക്കുകൾ അവളുടെ സ്വാതന്ത്ര്യം മുറുക്കിക്കെട്ടുന്നതുപോലെ തോന്നി. അവൾ തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്കുള്ള ലോകം നോക്കും. അവിടെയുള്ള വാഹനങ്ങളുടെ ശബ്ദവും ആളുകളുടെ തിരക്കും അവൾക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയായി തോന്നി. പക്ഷേ അവൾ ഇവിടെ ഒരു സുരക്ഷിതമായ തടവറയിലാണ് എന്ന സത്യം അവളുടെ നെഞ്ചിൽ പതുക്കെ ഉറച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അവൾ ധൈര്യം കൂട്ടി ചോദിച്ചു, എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ പറ്റുമോ എന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ ആരവിന്റെ മുഖത്ത് ആദ്യമായി ഒരു കഠിനത തെളിഞ്ഞു. ഇത് ഹോസ്പിറ്റലല്ല എന്ന മറുപടി അവളുടെ ഉള്ളിലെ അവസാന പ്രതീക്ഷയും തകർത്തു. അവൾക്ക് മനസ്സിലായി, അവളെ ഇവിടെ ഒരു മനുഷ്യയായി അല്ല, ഒരു സൗകര്യമായി മാത്രമാണ് കണക്കാക്കുന്നത്. പണം കൊടുത്തു വാങ്ങിയ ഒരു സൗകര്യം. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ ചിരി മങ്ങിത്തുടങ്ങി. അവളുടെ ശബ്ദം ചുരുങ്ങി. അവൾ കൂടുതൽ മൗനത്തിലേക്ക് പിന്മാറി. ആ മൗനം ആരവിന് ഇഷ്ടമായിരുന്നു. കാരണം ചോദ്യം ചോദിക്കാത്ത ആളുകളാണ് അവന്റെ ലോകത്ത് സുരക്ഷിതർ. ഒരു വൈകുന്നേരം അവൻ അതിഥികളുമായി വന്നപ്പോൾ അനന്യയെ അവൻ അവരുടെ മുന്നിൽ പരിചയപ്പെടുത്തി. ഇവളെന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പെൺകുട്ടിയാണ് എന്ന്, അവളുടെ പേര് പോലും പറയാതെ. ആ നിമിഷം അവൾക്ക് തോന്നി, തന്റെ വ്യക്തിത്വം അവിടെ ഇല്ലാതായി എന്ന്. അതിഥികളുടെ നോട്ടങ്ങളിൽ അവൾക്ക് കൗതുകവും അകൽച്ചയും ഒരുമിച്ച് അനുഭവപ്പെട്ടു. അവൾ അവർക്ക് ചായ കൊടുക്കുമ്പോൾ അവരുടെ ചിരിയിൽ ഒരു മേൽക്കോയ്മയുണ്ടായിരുന്നു. ആ രാത്രിയിൽ അവൾ തന്റെ മുറിയിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ണുനീർ തടയാൻ കഴിഞ്ഞില്ല അവൾക്ക്. പണം വാങ്ങിയതിന്റെ വിലയായി അവൾ അവളുടെ വ്യക്തിത്വം പോലും വിട്ടുകൊടുക്കുകയാണോ എന്ന ചോദ്യം അവളെ അലട്ടിക്കൊണ്ടിരുന്നു.
അവൾ ഫോണെടുത്ത് അമ്മയെ വിളിക്കാൻ ശ്രമിച്ചപ്പോൾ നെറ്റ്വർക്ക് ഇല്ലെന്ന് കണ്ടു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഈ വീട്ടിൽ അവൾക്ക് ശബ്ദം മാത്രമല്ല ബന്ധങ്ങളും പതുക്കെ നഷ്ടപ്പെടുന്നു എന്ന്. അവൾ ആദ്യമായി ഇവിടെ നിന്ന് പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷേ അത്ര എളുപ്പമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന ആ പണം ഇപ്പോൾ അവളുടെ കഴുത്തിൽ കെട്ടിയ കയറ് പോലെയായിരുന്നു. ഒരിക്കൽ അവൾ ആരവിനെ നേരിട്ട് ചോദ്യം ചെയ്തു. എനിക്കിവിടെ നിന്ന് പോകണമെങ്കിൽ എന്നവൾ ചോദിച്ചു. അവൻ ഒന്ന് ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ സ്നേഹമില്ലായിരുന്നു. പണം തിരിച്ചു തന്നാൽ നിനക്ക് പോകാം എന്ന അവന്റെ മറുപടി അവൾക്ക് അസാധ്യമെന്ന പോലെ തോന്നി. ആ നിമിഷം അവൾക്ക് മനസ്സിലായി, ഇത് വെറും ജോലിയല്ല, ഇതൊരു മനഃശാസ്ത്ര യുദ്ധമാണ്. അവിടെ ആയുധം ശബ്ദമല്ല, നിയന്ത്രണമാണ്. അവൾ തന്റെ മുറിയിലിരുന്ന് ആദ്യമായി സ്വന്തം ആത്മാഭിമാനം ചോദ്യം ചെയ്തു. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് ഇങ്ങനെ ശ്വാസം മുട്ടിയിരുന്നില്ല. കാരണം അവൾ സ്വതന്ത്രയായിരുന്നു. ഇവിടെ ആഡംബരത്തിനിടയിൽ അവൾക്ക് സ്വന്തം ശ്വാസം പോലും അനുമതിയോടെ എടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരിക്കൽ ആരവിന്റെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോണം മോളെ എന്ന്. ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ ഒരു തീപ്പൊരി പോലെ വീണു. കാരണം അവൾ മാത്രമല്ല, ഈ വീട്ടിലെ മറ്റൊരു തടവുകാരി ആ അമ്മയായിരുന്നു. ആ രാത്രി അനന്യ ഉറപ്പിച്ചു, ഈ സ്വർണ്ണ കൂമ്പാരത്തിനുള്ളിൽ അവൾ തകരാൻ വന്നതല്ല. ഒരു വില കൊടുത്തു വാങ്ങിയ മൗനം ഇനി അവൾ സമ്മതിക്കില്ല. അവളുടെ ഉള്ളിൽ ഒരു തീരുമാനം രൂപം കൊണ്ടു. അവിടെ നിന്ന് പോകണം. പക്ഷെ ശാന്തമായല്ല, തന്റെ ആത്മാഭിമാനം തിരിച്ചു പിടിച്ചുകൊണ്ട്. ഈ യുദ്ധം ഇനി പണത്തിന്റെയും അധികാരത്തിന്റെയും മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ശ്വാസം തിരിച്ചു നേടാനുള്ള പോരാട്ടമാണ്. അതിന്റെ ആദ്യ കനൽ അവളുടെ ഉള്ളിൽ തെളിഞ്ഞിരുന്നു. ആരവിന് അതിന്റെ ചൂട് ഇതുവരെ മനസ്സിലായിട്ടില്ല. അനന്യ ആ ദിവസം രാവിലെ ഉണർന്നത് ഒരു തീരുമാനത്തിന്റെ ഭാരവുമായാണ്. കഴിഞ്ഞ രാത്രിയിൽ ആരവിന്റെ അമ്മ പറഞ്ഞ ആ ഒറ്റ വാചകം അവളുടെ ഉള്ളിൽ തീപ്പൊരിയായി മാറിയിരുന്നു. നീ ഇവിടെ നിന്ന് പോകണം മോളെ എന്നത് വെറുമൊരു ഉപദേശമല്ല, ആ വീട്ടിലെ യാഥാർത്ഥ്യത്തിന്റെ നഗ്നമായ മുഖം തന്നെയായിരുന്നു. അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വന്തം മുഖം നോക്കുമ്പോൾ അവൾ കണ്ടത് ആഡംബരത്തിനിടയിൽ മങ്ങിപ്പോയ തന്റെ തന്നെ രൂപമായിരുന്നു. ഒരിക്കൽ ഹോട്ടലിലെ തിരക്കിനിടയിൽ പോലും അവൾക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇവിടെ ഇല്ലാതായെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം അവൾ ഉറപ്പിച്ചു, ഈ വീട്ടിൽ ഇനി അവൾ മൗനമായി ജീവിക്കില്ല. ആ തീരുമാനം അവളുടെ ഉള്ളിൽ ഭയമുണ്ടാക്കിയെങ്കിലും അതിനേക്കാൾ വലിയൊരു കരുത്ത് അവൾക്ക് കിട്ടി. ഉച്ചയ്ക്ക് ശേഷം ആരവ് ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അവൾ അവനെ കാത്തു നിന്നിരുന്നു. പതിവ് പോലെ തല കുനിച്ച് മാറി നിൽക്കാതെ അവൾ നേരെ അവന്റെ മുന്നിൽ നിന്നപ്പോൾ അവനൊന്ന് അമ്പരന്നു. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന അവളുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു. പക്ഷേ അതിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൻ സോഫയിലിരുന്നു. പറയേ, കേക്കട്ടെ. ആ വാക്കിൽ അവകാശവാദത്തിന്റെ തണുപ്പ് അവൾക്ക് വ്യക്തമായിരുന്നു. അനന്യ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. പിന്നെ അവൾ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു ജോലി തരാനാണോ അതോ എന്നെ നിയന്ത്രിക്കാനാണോ? ആ ചോദ്യം അവന്റെ അഭിമാനത്തിൽ നേരിട്ട് തട്ടിയതുപോലെയായിരുന്നു. അവൻ ചിരിച്ചു. നിനക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്ന് മറുപടി നൽകി. ആ ചിരി അവളെ വേദനിപ്പിച്ചെങ്കിലും അവൾ പിന്നോട്ടു പോയില്ല. ശമ്പളം തരുന്നതുകൊണ്ട് എന്റെ സമയവും ശ്വാസവും ബന്ധങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണോ എന്ന അവളുടെ ചോദ്യം മുറിയിൽ ഒരു നിമിഷം നിശബ്ദത സൃഷ്ടിച്ചു. അവൻ എഴുന്നേറ്റ് നടന്നു. ഇത് എന്റെ വീട്, എന്റെ നിയമങ്ങൾ എന്ന് അവൻ വീണ്ടും ആവർത്തിച്ചപ്പോൾ അനന്യയുടെ ഉള്ളിൽ അടഞ്ഞു നിന്നിരുന്ന വേദന പൊട്ടിത്തെറിച്ചു. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾക്ക് പണമുള്ളതുകൊണ്ട് എല്ലാം സ്വന്തമാണെന്ന് കരുതുന്ന ആ മനസ്സ്. അവളുടെ ശബ്ദം വിറച്ചിരുന്നെങ്കിലും വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൻ അവളെ കടുപ്പത്തോടെ നോക്കി. നിനക്കിവിടെ നിന്ന് പോകണമെങ്കിൽ ഞാൻ തന്ന പണം തിരിച്ചു നൽകണം എന്ന അവന്റെ പഴയ ആയുധം വീണ്ടും പുറത്തു വന്നു. ആ നിമിഷം അനന്യ ചിരിച്ചു. ആ ചിരിയിൽ ഭയമില്ലായിരുന്നു. പണം തിരിച്ചു തരാം, പക്ഷേ അതിനു മുൻപ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? അവൻ അമ്പരന്ന് നിന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് എന്റെ വിനയത്തിനോ സത്യസന്ധതയ്ക്കോ അല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യത നിറയ്ക്കാനാണ്. നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് വേണമായിരുന്നു, ചോദ്യം ചോദിക്കാത്ത ഒരാളെ. അങ്ങനല്ലേ എന്നവൾ ചോദിച്ചു. ആ വാക്കുകൾ അവന്റെ ഉള്ളിലെ മുറിവ് തുറന്നതുപോലെയായിരുന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കെന്റെ ജീവിതത്തെക്കുറിച്ച് എന്തറിയാം? അനന്യ ശാന്തമായി മറുപടി നൽകി. ഒറ്റപ്പെടൽ എനിക്കറിയാം, ദാരിദ്ര്യം പോലെ തന്നെ. പക്ഷേ ദാരിദ്ര്യം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ വാചകം അവന്റെ അഭിമാനത്തിൽ തീ പിടിപ്പിച്ചു. അവൻ ശബ്ദമുയർത്തി, നീ മറക്കരുത്, നീ ഇവിടെ എത്തിയത് എന്റെ പണത്തിലൂടെയാണ് എന്ന്. അനന്യയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. പക്ഷെ അത് ഭയത്തിന്റെ കണ്ണുനീരായിരുന്നില്ല. അതെ, നിങ്ങളുടെ പണത്തിലൂടെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ എന്റെ ആത്മാഭിമാനം ഞാൻ നിങ്ങൾക്ക് വിൽപ്പന ചെയ്തിട്ടില്ല എന്ന അവളുടെ മറുപടി മുറിയിൽ മുഴങ്ങി. ആ നിമിഷം ആരവിന്റെ അമ്മ അവിടെ എത്തി. അവളുടെ ശബ്ദം കേട്ട് അവർ അകത്ത് വന്നതായിരുന്നു. മതി എന്നവർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു.
ആ ശബ്ദത്തിൽ ഒരു ജീവിതകാലം അടക്കിവെച്ച വേദനയുണ്ടായിരുന്നു. അവർ മകനെ നോക്കി. നീ പണം ഉപയോഗിച്ച് എല്ലാം നിയന്ത്രിക്കാമെന്ന് കരുതിയാൽ ഒടുവിൽ നീ ഒറ്റപ്പെടും മോനെ എന്ന് പറഞ്ഞു. ആ വാക്കുകൾ ആരവിനെ ഒരു നിമിഷം തളർത്തി. പക്ഷെ അവൻ ഉടനെ തന്നെ തന്റെ കഠിനത തിരിച്ചുപിടിച്ചു. ഇത് എന്റെ വീട് എന്ന് അവൻ വീണ്ടും പറഞ്ഞു. അനന്യ അപ്പോൾ തന്നെ തീരുമാനിച്ചു, ഇനി ഒരു വാക്കും അവൾ ഇവിടെ പറയില്ല. അവൾ തന്റെ മുറിയിലേക്ക് പോയി ബാഗ് എടുത്തു. ആഡംബര വസ്ത്രങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം അവൾ അവിടെ ഇട്ടു. അവൾക്ക് വേണ്ടിയിരുന്നത് അവളുടെ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു. താഴേക്കിറങ്ങുമ്പോൾ ആരവിന്റെ അമ്മ അവളുടെ കൈ പിടിച്ചു. നീ എവിടേക്കാ പോകുന്നത് മോളെ എന്ന് ചോദിച്ചപ്പോൾ അനന്യ പറഞ്ഞു, എനിക്ക് എവിടെ വേണേലും പോകാം അമ്മേ, പക്ഷേ ഇവിടെ ഞാനൊരു മനുഷ്യയായിട്ടല്ല നിൽക്കുന്നത്. അവൾ വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ ആരവ് അവളെ വിളിച്ചു. നിൽക്ക്. അവന്റെ ശബ്ദത്തിൽ ആദ്യമായി ഒരു തളർച്ചയുണ്ടായിരുന്നു. നീ പോയാൽ എല്ലാം തകരും എന്നവൻ പറഞ്ഞു. ആ വാക്കുകൾ അനന്യയെ ഒരു നിമിഷം നിർത്തിയെങ്കിലും അവൾ തിരിഞ്ഞു നോക്കി പറഞ്ഞു, നിങ്ങൾ തകരുന്നത് എന്റെ അഭാവം കൊണ്ടല്ല, നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആ മറുപടി അവന്റെ ഉള്ളിലെ യഥാർത്ഥ ഭയം പുറത്തു കൊണ്ടുവന്നു. അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാത്രിയുടെ കാറ്റ് അവളുടെ മുഖത്ത് തട്ടി. ആ കാറ്റ് അവൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ശ്വാസമായി തോന്നി. അവൾക്കറിയാമായിരുന്നു, പുറത്തുള്ള ലോകം അത്ര എളുപ്പമല്ല. ദാരിദ്ര്യം വീണ്ടും കാത്തിരിക്കുന്നു. പക്ഷേ അവളിപ്പോൾ ഒരു സ്വർണ്ണ കൂമ്പാരത്തിനുള്ളിലെ തടവുകാരിയല്ല. അവളുടെ ഓരോ ചുവടും അവളുടെ സ്വന്തമായിരിക്കുന്നു. ആ രാത്രി ഒരു ബന്ധത്തിന്റെ അവസാനമല്ല, ഒരു സ്ത്രീ തന്റെ മൗനം പൊട്ടിച്ച് സ്വന്തം ജീവിതം തിരിച്ചുപിടിച്ച നിമിഷമായിരുന്നു. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, ഈ പുറത്തേക്ക് നടന്നുപോകൽ ആരവിന്റെ ഉള്ളിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് തുടക്കം കുറിക്കുമെന്ന്. ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന്. ഇത് ഇനി രണ്ട് ലോകങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്ന്. അനന്യ ആ വീടിന്റെ വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങിയ നിമിഷം മുതൽ അവളുടെ ജീവിതം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് വീണെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു. കാരണം അവൾ പിന്നിൽ വിട്ടത് ആഡംബരമല്ല, അവളെ ശ്വാസം മുട്ടിച്ച ഒരു തടവറയായിരുന്നു. രാത്രിയുടെ തണുത്ത കാറ്റിൽ ബാഗ് പിടിച്ച് റോഡിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചിരുന്നെങ്കിലും മനസ്സ് ഉറച്ചതായിരുന്നു. ഇനി എന്തു ചെയ്യും, എവിടെ പോകും എന്ന ചോദ്യങ്ങൾക്ക് അവൾക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ലായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും പണം കണ്ട് സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കില്ല എന്ന ഉറപ്പ് അവളുടെ നെഞ്ചിൽ ഉറച്ചിരുന്നു. അവൾ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്, അമ്മയെ കാണാൻ. അവൾ കിടക്കക്കരികിൽ ഇരുന്നപ്പോൾ അമ്മ അവളുടെ മുഖം നോക്കി എല്ലാം മനസ്സിലാക്കിയതുപോലെ പറഞ്ഞു, നീ എടുത്ത തീരുമാനം ശരിയാണ് മോളെ എന്ന്. ആ വാക്കുകൾ കേട്ടപ്പോൾ അനന്യയുടെ കണ്ണുനീർ തടയാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി ഒരാൾ അവളുടെ തീരുമാനത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന നിമിഷമായിരുന്നു അത്. അടുത്ത ദിവസങ്ങൾ കഷ്ടപ്പാടുകളുടേതായിരുന്നു. പഴയ ജോലിയിൽ തിരിച്ചുപോകാൻ ശ്രമിച്ചെങ്കിലും ഹോട്ടലിൽ ഒഴിവില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ആശുപത്രി ബില്ലുകൾ കുന്നുപോലെ ഉയർന്നു. പണം തീരാൻ തുടങ്ങി. രാത്രികളിൽ അവൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു, താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്ന്. പക്ഷേ ഓരോ തവണയും അവൾ ഓർത്തത് ആ വീട്ടിലെ ശ്വാസം മുട്ടലാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ദാരിദ്ര്യം വേദനിപ്പിക്കും, പക്ഷെ അടിമത്തം അടിയോടെ തകർക്കും. അതിനിടയിലാണ് അവൾക്ക് ഒരു ചെറിയ കഫേയിൽ താൽക്കാലികമായ ജോലി കിട്ടിയത്. ശമ്പളം കുറവായിരുന്നു, സൗകര്യങ്ങളുമില്ലായിരുന്നു. പക്ഷേ അവിടെ അവൾക്ക് പേരുണ്ടായിരുന്നു, ശബ്ദമുണ്ടായിരുന്നു. അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അമ്മയുടെ ആരോഗ്യവും പതുക്കെ മെച്ചപ്പെട്ടു. അതേസമയം മറ്റൊരു ലോകത്ത് ആരവ് തന്റെ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അനന്യ പോയ ശേഷം ആ വീട്ടിൽ ഒരു ശൂന്യത നിറഞ്ഞു. അമ്മയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. പണം കൊണ്ട് എല്ലാം സ്വന്തമാക്കാനാവില്ല മോനെ എന്ന സത്യം അവൻ ആദ്യമായി മനസ്സിലാക്കി. അവൻ അനന്യയെ ഓർത്തത് അവൾ പോയതിനു ശേഷം മാത്രമാണ്. അവളുടെ മൗനം, അവളുടെ ചോദ്യം, അവളുടെ ധൈര്യം എല്ലാം അവന്റെ അഭിമാനത്തെ വെല്ലുവിളിച്ച ഓർമ്മകളായി മാറി. ഒരിക്കൽ അവൻ അവളെ അന്വേഷിച്ച് കഫേയിലെത്തി. അവൾ വീണ്ടും യൂണിഫോം ധരിച്ച് ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുയർന്നു. അവൻ അവളോട് സംസാരിച്ചു. എന്നോട് ക്ഷമിക്കണം അനന്യ എന്ന വാക്ക് അവന്റെ ശബ്ദത്തിൽ അസ്വസ്ഥതയോടെ പുറത്തു വന്നു. അനന്യ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യമില്ലായിരുന്നു, പക്ഷെ പഴയ ഭയം പോലുമില്ലായിരുന്നു. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളോട് തന്നെയാണ് എന്നവൾ പറഞ്ഞു. ആ മറുപടി അവന്റെ ഉള്ളിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അവൻ ആദ്യമായി തന്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി. നിയന്ത്രണത്തിലൂടെ സൃഷ്ടിച്ച ബന്ധങ്ങൾ എല്ലാം ശൂന്യമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അനന്യ ഒരു ചെറിയ ഭക്ഷണശാല തുടങ്ങാൻ ധൈര്യം കണ്ടെത്തി. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും അവൾ പിന്നോട്ടു പോയില്ല. അവളുടെ കഥ കേട്ട ചിലർ സഹായിച്ചു. അവളുടെ പരിശ്രമം അവൾക്ക് തിരിച്ചടിയാകാതെ മുന്നേറ്റമായി മാറി. അതേസമയം ആരവ് തന്റെ ബിസിനസിനൊപ്പം സ്വന്തം മനസ്സിനെയും തിരുത്താൻ ശ്രമിച്ചു. അധികാരമല്ല, മനുഷ്യ ബന്ധങ്ങളാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് അവൻ പതുക്കെ പഠിച്ചു തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം നഗരത്തിന്റെ ഒരു കോണിൽ
അനന്യാസ് എന്ന ചെറിയ ഭക്ഷണശാല തുറക്കുമ്പോൾ അവളുടെ അമ്മ അവളുടെ കൈ പിടിച്ചു നിന്നു. ആ കാഴ്ചയിൽ അനന്യയ്ക്ക് മനസ്സിലായി, ഒരിക്കൽ 1,00,000 രൂപയുടെ വാഗ്ദാനം അവളുടെ മുന്നിൽ വച്ചപ്പോൾ അവൾ തിരഞ്ഞെടുത്തത് വിലയിടാൻ പറ്റാത്ത ഒന്നായിരുന്നു. സ്വാതന്ത്ര്യം, ആത്മാഭിമാനം, സ്വന്തം ശബ്ദം. ആ നിമിഷം ആരവ് ദൂരെ നിന്ന് ആ ബോർഡ് നോക്കി നിന്നു. അവൻ അവളോട് സംസാരിച്ചില്ല. പക്ഷെ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം അവൾ അവനെ തോൽപ്പിച്ചതല്ല, അവൾ അവനെ പഠിപ്പിക്കുകയായിരുന്നു. പണം ഒരു വഴിയാണ്, ലക്ഷ്യമല്ല. അധികാരം ഒരു പരീക്ഷയാണ്, ഉത്തരമല്ല. അനന്യയുടെ ജീവിതം അതിനുശേഷവും എളുപ്പമായിരുന്നില്ല. പക്ഷേ അവളുടെ ഓരോ ദിവസവും അവളുടെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. അവളെ ഇനി ആർക്കും വിലയ്ക്ക് വാങ്ങാനാവില്ല. അവളുടെ കഥ ഒരു വിജയകഥയായി മാത്രമല്ല, ഒരു മുന്നറിയിപ്പായി മാറി. വില ചോദിക്കുന്നവയും വിലയിടാൻ പറ്റാത്തവയും വേർതിരിച്ചറിയുന്ന ധൈര്യമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന സത്യം അവളുടെ ജീവിതം തെളിയിച്ചു. ആഡംബരത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും നടുവിൽ അവൾ കണ്ടെത്തിയത് ഒരേ ഒരു കാര്യം മാത്രമാണ്: മനുഷ്യന്റെ വില പണത്തിൽ അളക്കാനാവില്ല. അതാണ് ഈ കഥയുടെ അവസാന വാക്കും.